ഭയങ്കര വൾഗർ കണക്ഷൻ ചെയ്യുന്നത്. ക്യാമറ വന്നുകൊണ്ട് എനിക്കും പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ പോയാലും നമ്മുടെ വീഡിയോ എടുക്കുന്ന പോലെയല്ല, പെർമിഷൻ ഇല്ലാതെ പലരും വീഡിയോ എടുക്കുന്നത്. അതിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് സെൻറ്റിയിലാണല്ലോ എപ്പോഴും മറ്റേ ബസ്സിൽ പ്രശ്നം ഉണ്ടായത്, മറ്റേ പെണ്ണ് ആൾ ആത്മഹത്യ ചെയ്തതിലെ കേസിൽ ഭയങ്കര ഇതിലാണല്ലോ. എന്താണ് ഇതിൽ പറയാനുള്ളത്? അതല്ല, ആ പയ്യന് കുറച്ച് എന്തോ ഭയങ്കര ലോ ലെവനക്സാണ്, എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെൺകുട്ടി ചെയ്ത് പറഞ്ഞ മോശമായി അങ്ങനെ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യനെന്തോ ഭയങ്കര ലോ ലെവനക്സാന്ന് തോന്നുന്നു. വീക്ക് മൈൻഡറാണ്. കാരണം സ്ട്രോങ് മൈൻഡിലുള്ള ആൾക്കാരും സൂസൈഡ് ചെയ്യില്ല. വീക്ക് ആയിട്ടുള്ള മൈൻഡായതുകൊണ്ടാണ് ഇതിനോട് ട്രിഗറായി മാറുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ ആ കുട്ടി ചെയ്ത് ശരിയല്ല. ഇത് മീഡിയക്കാരുടെ ഫോളോ ചെയ്യേണ്ട റീച്ചിന് വേണ്ടി എന്തും കാണിക്കുന്നത്, കുറച്ച് എത്തിക്സ് കാണിക്കുന്നതും കാണിക്കുന്നതാണ്. റീച്ചിന് വേണ്ടി ആ കുട്ടി ചെയ്തതാണ്. ദിവസവും ഇപ്പോൾ ആറാട്ടണ്ണ അതുപോലെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പറയുന്നുണ്ടല്ലോ, എപ്പോഴും സെൻറ്റിമെൻറ്റ്സ് ആണല്ലോ പോസ്റ്റൊക്കെ ഇടുന്നത്. അങ്ങനെയല്ല, എനിക്ക് മൂഡ്സ് പടം മൂഡ്സ് വരാറുണ്ട്. ചിലപ്പോൾ സെൻറ്റി ആയിരിക്കും. നമ്മുടെ ചിലപ്പോൾ ലൈഫിൽ എല്ലാ ഇമോഷൻസും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല, എപ്പോഴും സെൻറ്റി ആയിട്ടിരിക്കാൻ പറ്റില്ല. എല്ലാ ഇമോഷൻസും ഉണ്ട്. ദീപക് ആത്മഹത്യ ചെയ്തപ്പോൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടത് ഞാനായിരിക്കും എന്നൊക്കെ പറയുന്നത്. അതെന്ന് പറയാൻ കാരണം എൻ്റെ നമ്പർ ലീക്കായി. എൻ്റെ ഫോൺ നമ്പർ കാസർഗോഡ് ചില പിള്ളേർ ലീക്കായി. ഒരാഴ്ചയായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയെ വിളിക്കാൻ പറ്റുന്നില്ല, മറ്റ് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ശല്യമായി പോയി. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ്, ആ ഒരു കോൺടാക്റ്റിൽ പറഞ്ഞതാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണിലുള്ള എല്ലാ കാര്യം ചെയ്യണം, ബില്ലടയ്ക്കുന്നതെല്ലാം ഒന്നും ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരികയാണ്. അത് നിൽക്കണേ ഇല്ല. ഞാൻ ആദ്യം വെച്ച് ഒരു മൊബൈൽ ബോംബിക്കാണ് വെച്ചത്. പക്ഷേ അങ്ങനെയല്ല, ആ പിള്ളേർ നമ്പർ ലീക്ക് ചെയ്തതാണ്. അത് വളരെ മോശമായി പോയി. കാരണം ഈ കാലത്ത് നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് ജീവിക്കാൻ പറ്റില്ല, എല്ലാം ചെയ്യുന്ന അതിലാണ്. അത് ഭയങ്കര പ്രശ്നമായി മാറി. ആ രീതിയിൽ പറഞ്ഞതാണ്. ഇങ്ങനെ സെൽഫി വീഡിയോ എടുക്കുന്നതിൽ എന്താണ് അഭിപ്രായം തോന്നുന്നത്? ബസ്സിലൊക്കെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ആളുകളെ ഭയങ്കര ബാധിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇവർക്ക് ഒന്നും പൊരിയാൻ പറ്റില്ല, പല ആംഗിളിൽ എടുക്കുക. ഭയങ്കര എസ്പെഷ്യലി പെണ്ണുങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ട് അവർ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വൾഗർ കണക്ഷൻ ചെയ്യുന്നു. ക്യാമറ വന്നുകൊണ്ട് എനിക്കും പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ പോയാലും നമ്മുടെ വീഡിയോ എടുക്കുന്ന പോലെയല്ല, പെർമിഷൻ ഇല്ലാതെ പലരും വീഡിയോ എടുക്കുന്നില്ല. അതിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് വീഡിയോസ് വൈറലാവുന്നുണ്ട്. ഒരാളുടെ ഇവിടുത്തെ ആൾക്കാരുടെ കുഴപ്പമാണ്. ഫോറിൻ കൺട്രീസിലാണെങ്കിൽ ഒരാളുടെ പെർമിഷൻ വാങ്ങിച്ച് വീഡിയോ എടുക്കും. ഇവിടെ ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പം സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? ആരുടെ സ്ത്രീകളോട് എന്താ പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇപ്പോൾ നിയമങ്ങളൊക്കെ അനുകൂലമാണ്, അത് മിസ്യൂസ് ചെയ്യുന്നത്. കാരണം ഇന്ന് ആളുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പണ്ടത്തെ ആണെങ്കിലും ചെയ്ത് തെറ്റാൻ ഇപ്പോഴത്തെ ആണെങ്കിൽ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആണെങ്കിൽ ശരിക്കും സഫർ ചെയ്യാണ്. കാരണം ഒരു ആളായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. ഫ്യൂച്ചർ ജംഗ്ഷനിൽ പലതും നടന്നിട്ട് പിന്നീട് മാറ്റി പറയാം. ഇപ്പോൾ എൻ്റെ കേസ് എന്തോ ട്രാൻസ്ജെൻഡർ കേസ് വന്നു, ആളെ കണ്ടിട്ടുള്ളൂല്ല. ഇതിൻ്റെ പേരിലുള്ള ഇപ്പോൾ 2 ദിവസം എൻ്റെ ഫോട്ടോയാണ് വന്നത്. ഇങ്ങനെയുള്ള ചെയ്യുന്ന വളരെ മോശമാണെങ്കിൽ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഇത് നിർഭയ കേസ് വന്നപ്പോഴാണ് വന്നത്. ഇവിടെ അത് മിസ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ ജെന്യൂൻ കേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആണുങ്ങളുടെ കാര്യം ആണുങ്ങളുടെ സെക്സ്വാലിറ്റി പെണ്ണുങ്ങളുടെ സെക്സ്വാലിറ്റി ആണുങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആണുങ്ങൾക്ക് പറ്റുന്ന സ്റ്റിമുലേറ്ററാണ്. അങ്ങനെ പല പ്രശ്നമുണ്ട്. ഈ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ നടന്നിട്ടില്ല. അതിൻ്റെ പല പ്രശ്നമുണ്ട്. പല ലൈംഗിക വൈകൃത്യങ്ങളുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ പറയാനും കുറച്ച് ഇങ്ങനെ മിസ്യൂസ് ചെയ്തത് അത്ര പറയാനുള്ളൂ. ഓക്കെ, അത് സന്തോഷം. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണ്? ആട്ടേണ്ടത് അടുത്ത വല്ല സിനിമകളൊക്കെ വരാൻ പോകുന്നുണ്ടോ? എനിക്കിപ്പോൾ നാളെ ബേബികൾ കാണുന്നുണ്ട്. നല്ല പടം തോന്നുന്നു. നല്ല ഈ പടം അത്ര നന്നാവും വിചാരിച്ചില്ല. ട്രെയിലർ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പടമല്ല. പക്ഷേ പടം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരു അടിപ്പടമല്ല.